ശ്ലോകം 5. ഭവദ്വാചം ശ്രുത്വാ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വാക്കിനെ കേട്ടവർക്കൊക്കെ എന്തെന്നില്ലാത്ത അതിശയം. ബഹുമതിയുദാഹ, ഈ കുട്ടി 7 വയസ്സ് ആയിട്ടില്ല, വലിയ വലിയ ആൾക്കാർ പറയുന്ന പോലെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും എന്താണ് ഭഗവാൻ അങ്ങനെ ഇതായി, എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ വിധത്തിലുള്ള ചിന്ത അവർക്ക് കൊടുത്തു. ബഹുമതിയുദാഹ, എന്തെന്നില്ലാത്ത ബഹുമാനത്തോടു കൂടിയവരായിത്തീർന്നു. തേ പശുപാഹ, അങ്ങനെ ആ ഗോപന്മാരെല്ലാവരും ദ്വിജേന്ദ്രാനർച്ചന്തോ, വേദം പഠിച്ചിട്ടുള്ള, യാഗം ചെയ്യാൻ കഴിവുള്ള ബ്രാഹ്മണന്മാരെ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചു വരുത്തി. അവർക്ക് ആദ്യം ആഹാരം കൊടുത്തു. എന്നിട്ടവരെ അർച്ചന്തോ, പൂജിച്ചു. അതുപോലെ തന്നെ പശുക്കൾക്കും നല്ലവണ്ണം പുല്ല്, വെള്ളം എല്ലാം കൊടുത്തു. അവരെയും പൂജിച്ചു. ബലിമതദുരുച്ചൈ ക്ഷിതിഭൃതേ, ക്ഷിതിഭൃത്, ഭൂമിയെ താങ്ങി നിർത്തുന്ന ആള് പർവ്വതം. ഭൂമിയിലാണ് പർവ്വതമെങ്കിലും ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് പർവ്വതങ്ങളുള്ളതുകൊണ്ടാണ്. അതായത് ആ മണ്ണ് വലിച്ചു പോകാതിരിക്കാൻ പർവ്വതം സഹായിക്കുന്നു. എപ്രകാരം നമ്മുടെ വീട്ടിൽ വൃക്ഷങ്ങൾ വയ്ക്കുന്നു, ആ വൃക്ഷങ്ങളുള്ളതുകൊണ്ട് മണ്ണ് വലിച്ചു പോകുന്നില്ല. അതുപോലെ പർവ്വതമുള്ളത് കൊണ്ട് രാജ്യങ്ങളിലെ ആ മണ്ണുകൾ വലിച്ചു പോകാതിരിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷിതിഭൃത്, ഭൂമിയെ ഭരിക്കുന്നവൻ, ധരിക്കുന്നവൻ, വഹിക്കുന്നവൻ, അനേകം പേരിൽ പറയും. ആ ഗോവർദ്ധന പർവ്വതത്തിന് അവരെല്ലാവരും കൂടി പോയി പൂജ നടത്താൻ. അപ്പോൾ അതിനുള്ള സാമഗ്രികളെല്ലാം ഒരുക്കി എല്ലാവരോടും പറഞ്ഞു, വരൂ, നമുക്ക് ആദ്യം പർവ്വതത്തിന് പ്രദക്ഷിണം ചെയ്യണം. വ്യധു പ്രാദക്ഷിണ്യം, പർവ്വതത്തിൻ്റെ ചുറ്റും പോയിട്ട് പ്രദക്ഷിണം വെച്ചു. അത് ഇവിടെ അരുണാചലത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ 14 കിലോമീറ്ററാണ് അരുണാചലത്തിൽ നിന്ന് അവർ പോയിട്ടുണ്ട് അല്ലേ. എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, പോകാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത്ര ദൂരം നാമം ജപിച്ചുകൊണ്ട് പോകണം. അതാണ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യണം. വ്യധു പ്രാദക്ഷിണ്യം, അങ്ങനെ പ്രദക്ഷിണം ചെയ്തു. സുഭൃശം അനമന്നാദരയുതാഹ, അങ്ങനെ ചുറ്റി വന്ന് പ്രദക്ഷിണം ചെയ്തു വന്ന് മുൻഭാഗത്തു നിന്ന് ബ്രാഹ്മണരെ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിച്ചു, പൂജ ചെയ്യിച്ചു, നിവേദ്യങ്ങൾ അർപ്പിക്കണു. ആ നിവേദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ സുഭൃശമനവൻ ആദരയുതാഹ, ഭഗവാൻ തന്നെ ഇവിടെ നിൽക്കുന്നതായ ശ്രീകൃഷ്ണൻ അവിടെ തന്നെ നിൽക്കണു. പക്ഷേ അതാ ഗോവർദ്ധന പർവ്വതമായിട്ട് വലിയൊരു രൂപത്തിൽ ആ പർവ്വതത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു. ഇവരെന്തൊക്കെ കൊടുത്തുവോ ഒക്കെ അദ്ദേഹം ഭക്ഷിക്കുന്നു. സുഭൃശം അനമൻ, അവർ ആരൊക്കെയാണോ ഇവർ നമസ്കരിച്ചത്, ആദരയുത, വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി തന്നെ നമസ്കരിച്ച് നിൽക്കുന്നവരോട് അവർ കൊടുത്തതായെല്ലാം ത്വം ആദഹ, അങ്ങ് ഭക്ഷിക്കുകയുണ്ടായില്ലേ. എങ്ങനെ ഭക്ഷിച്ചു? ശൈലാത്മാ, ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആത്മാവായിട്ട് വേറെ ഒരു രൂപമെടുത്തു വന്ന് ബലിം, എന്തെല്ലാം ആഹാരങ്ങൾ കൊടുത്തുവോ അതെല്ലാം അദ്ദേഹം കയ്യിൽ സ്വീകരിച്ചു, ഭക്ഷിച്ചു. അഖിലം, സകലതും സകലതും. തേങ്ങയാണ് വെച്ചാൽ തേങ്ങ ചിരട്ടയോടെ എടുത്ത് തിന്നുകയാണ്, ചിരട്ടയോടെ തിന്നുകയാണ്. പാത്രത്തിലാണ് കൊടുത്തു വെച്ചാൽ പാത്രത്തോടെ വിഴുങ്ങുകയാണ്. ആഭീരപുരത, ആഭീരന്മാർ ഇടയന്മാരുടെ മുമ്പിൽ വെച്ച് അവരെന്തെന്നില്ലാത്ത അതിശയം, ഭഗവാനെ എന്തെന്നില്ലാത്ത അതിശയത്തോടുകൂടി
അവർ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ദേവത വലിയ ഒരു രൂപത്തിൽ വന്ന് ഇവർ കൊടുത്തതെല്ലാം ഭക്ഷിച്ചു, ഇവരെ അനുഗ്രഹിച്ചു. അതാണ് എപ്രകാരം അനുഗ്രഹിക്കുമോ ആ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആ ഭഗവാൻ അവിടുന്ന് പോവുകയാണ്. എല്ലാവരും എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി കൃഷ്ണനോട് ഓരോന്ന് ചോദിക്കുകയാണ്. ഇതെന്താ അത്, എന്താ അത്, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. അവോജശ്ചൈവം, ശ്ലോകം 6. അവോജശ്ചൈവം താൻ. അങ്ങനെ എന്തെന്നില്ലാത്ത സംശയത്തോടുകൂടി എങ്ങനെയാണിത് സംഭവിച്ചത് എന്നറിയാതെ കണ്ട് സംശയിച്ച് നിൽക്കുന്ന ഗോപന്മാരോട് അവോജശ്ചൈവം താൻ അവരോട് ഭഗവാൻ പറഞ്ഞു. കിമിഹ വിദധം മേ നിഗദിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഗോവർദ്ധന പർവ്വതമാണ് നമ്മളെ നോക്കുന്നത്. ഗോവർദ്ധന പർവ്വതം വന്ന് നിങ്ങളുടെ ആ പൂജയെല്ലാം സ്വീകരിച്ചില്ലേ, പ്രസാദം എല്ലാം സ്വീകരിക്കുകയുണ്ടായില്ലേ. ഇഹ കിം വിദധം. വിദധം അസത്യം. ഞാൻ പറഞ്ഞത് അസത്യമാണോ? അല്ല. മേ നിഗദിതം കിം വിദധം. ഞാൻ പറഞ്ഞത് അസത്യമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുപമുക്തേ. ആ പർവ്വതം തന്നെ വന്നിട്ട് തനിക്കുള്ളതായ ആ ആഹാരങ്ങളെയെല്ലാം, ആ പൂജാദ്രവ്യങ്ങളെയെല്ലാം ഉപഭുക്തേ, അദ്ദേഹം ഭക്ഷിച്ച് കണ്ടില്ലേ. എങ്ങനെ വന്നു? സ്വവപുഷ, തൻ്റെ ശരീരത്തോടി വന്നു. ഇന്ദ്രൻ ഇതുവരെ ഒന്ന് മേടിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ എത്ര കൊല്ലമായി ഈ പൂജ നടത്തുന്നു? എപ്പോഴെങ്കിലും ഇന്ദ്രൻ വന്ന് ഈ വിധത്തിൽ അത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതവർ പറഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. എന്നാലും ചില പ്രായമായ ഗോപന്മാർക്ക് ഭയമുണ്ടായി. എന്താണ്? ഇന്ദ്രനുള്ളതായ യാഗമാണ്, ആ യാഗത്തിനെയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കി പറയുക. അയം ഗോത്ര, ഈ ഗോത്രം, ഈ പർവ്വതം, ഗോത്രദ്വിഷിച്ച കുപിതേ രക്ഷിതുമലം. ഗോത്രദ്വിഷ് എന്ന് പറയുന്നത് പർവ്വതങ്ങളെ ദേഷിക്കുന്നവൻ. ദ്വിഷ്, ദേഷിക്കുന്നവൻ. ഇന്ദ്രൻ പർവ്വതങ്ങളെ ദേഷിക്കുന്നവനാണ്. മുമ്പ് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പറന്ന് പോകും. അപ്പം മുനിമാരെല്ലാവരും കൂടി ഇന്ദ്രൻ്റെ അടുത്ത് പോയി. ദേവേന്ദ്ര, ഞങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ പർവ്വതം അങ്ങനെ പൊന്തുന്നു, ഞങ്ങൾ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. പിന്നെയോ എവിടെ ഞങ്ങൾ ധ്യാനിച്ചിരിക്കുന്നോ അവിടെ വന്നിരുന്നാലോ? ഞങ്ങളുടെ കഥ കഴിഞ്ഞില്ലേ? ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മുനിമാർ എല്ലാവരും കൂടി ഇന്ദ്രൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം എടുത്തുകൊണ്ട് വന്നു. വജ്രായുധം കിട്ടിയ സമയമാണത്. വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടി വജ്രായുധം നേടിയില്ലേ? ആ വജ്രായുധം എടുത്തുകൊണ്ട് വന്ന് എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് മുറിച്ചു. ഇപ്പം ചിറകില്ല, ആർക്കും ചിറകില്ല. അതിൽ ഒരു പർവ്വതം മാത്രം വായുദേവൻ്റെ സഹായത്തോടെ അങ്ങനെ പറന്ന് തെക്കേ സമുദ്രത്തിൽ, മൈനാകം എന്ന പർവ്വതം തെക്കേ സമുദ്രത്തിൽ പോയി വീണു. അയം ഗോത്രോ ഗോത്രദ്വിഷിച്ച കുപിതേ. അപ്പോൾ ഗോത്രങ്ങളുടെ ശത്രു, പർവ്വതങ്ങളുടെ ശത്രുവാണ് ഇന്ദ്രൻ. എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് വെട്ടിയ ആളാണ്. അങ്ങനെ ആ ഇന്ദ്രനോ മറ്റോ ദേഷ്യപ്പെട്ടിട്ട് വന്നാൽ കുപിതേ, കോപത്തോടെ വന്നാൽ രക്ഷിതുമലം സമസ്താൻ, നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ ഈ പർവ്വതത്തിന് സാധിക്കും.
യാതൊരു ഭയവും വേണ്ട. ഇത്യുക്താഹ എന്ന് എപ്പോൾ ഭഗവാൻ പറഞ്ഞുവോ അവരെല്ലാവരും ജഗർഷു എന്തെന്നില്ലാത്ത സന്തോഷം. ഈ ഉണ്ണി ഈ വിധത്തിൽ ഇത്രത്തോളം ജ്ഞാനമുള്ള ഉണ്ണിയാണല്ലോ, ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അഖിലാഹ ഗോകുലജുഷ, ആ ഗോകുലത്തിൽ ഉള്ള എല്ലാ ആൾക്കാരും, നന്ദഗോപരും ഉപനന്ദനും ബാക്കിയുള്ള എല്ലാ ഗോപന്മാരും ഉണ്ണിയുടെ ഈ വാക്ക് കേട്ടിട്ട് സന്തോഷിച്ചു. നമുക്കുള്ളതായ പാഠം, ആരോടും ശത്രുത ഉണ്ടാവാൻ പാടില്ല, ആരോടും ശത്രുത വയ്ക്കരുത്. നമ്മളെ ഉപദ്രവിച്ചവരോട് പോലും ശത്രുത ഉണ്ടാവാൻ പാടില്ല. അവരെ ഉപദ്രവിച്ചു, കാരണം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തു. ആ പാപത്തിന് നമ്മളെ അനുഭവിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവരുടെ രൂപത്തിൽ വന്നാണ്. ഇതെപ്പോഴും ഓർമ്മ വേണം. ഒരു കാരണവശാലും നമ്മൾ ഒരുത്തരിലും ദേഷ്യമുണ്ടാവരുത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു വന്നാലും ഈ പർവ്വതം ഗോത്രം രക്ഷിതുമലം സമസ്താൻ, എല്ലാവരെയും രക്ഷിക്കും. ഇത്യുക്താഹ ജഗർഷു അഖിലാ ഗോകുലജുഷ, ഗോകുലത്തിലുള്ള എല്ലാവരും, ഗോകുലത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാവരും, ഗോപന്മാർ ഗോപിമാർ, ചിലപ്പോൾ പശുക്കൾ തന്നെ അതിൽ ചേർന്നുണ്ടാവാം. അവരും എന്തെന്നില്ലാത്ത സന്തോഷത്തേക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടാവണം.